ബിജെപി നേതാവ് ശ്രീകുമാറിൽ നിന്നും നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരത എന്ന് ഭാര്യ പ്രിയങ്ക. മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. തന്നെ മുൻപും ശ്രീകുമാർ പലതവണ മർദ്ദിച്ചിട്ടുണ്ടെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രിയങ്ക പറഞ്ഞു. ശ്രീകുമാറിനെതിരെ പരാതി കൊടുത്തതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ താൻ ആക്രമണം നേരിടുന്നുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ശ്രീകുമാറിനെതിരെ മതിലകം പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ 9-ാം തീയതി രാത്രി 7:30 ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകേണ്ടായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ആലയിലുള്ള വീട്ടിലേക്ക് പോകേണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നേരം വൈകിയെന്ന് ഞാൻ വരാൻ നേരം വൈകിയെന്നുള്ള തുടർന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി. ഞാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യം ചോദിച്ച് അങ്ങനെ ചോദിക്കല്ല, പെട്ടെന്നൊരു ആക്രമണമാണ് ഉണ്ടായത്. അപ്പം എന്നെ ഉപദ്രവിക്കണ്ടായിരുന്നു. മുഖത്തടിച്ച്, മുടി പിടിച്ച് വലിച്ച് മർദ്ദിച്ച്, ഭിത്തിയിലടിക്കാൻ ശ്രമിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് 108 വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ആംബുലൻസ് വിളിച്ച് ഞാൻ എൻ്റെ ചെറിയ മോനെയും കൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ ആളുടെ ഹസ്ബൻഡിൻ്റെ പാർട്ടിയിലുള്ള പ്രവർത്തകനുണ്ടായിരുന്നു. ഡോക്ടറും ഒരു എന്താ പറയുക, ഒരു മാനസിക പരിഗണന ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതുപോലെയുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഉപദ്രവിക്കാറുള്ള പതിവൊക്കെ ഉണ്ട് ആൾക്ക്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ഇതിപ്പോൾ പ്രിയങ്ക മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോഴാണ് പല കാര്യങ്ങളും വ്യക്തമാക്കുന്നത്. ഗാർഹിക പീഡനമടക്കമുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഉന്നയിക്കുന്നുണ്ട്, ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കും? ജിൽസി, കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. ചൊവ്വാഴ്ച തന്നെ മാരകമായി ഭർത്താവ് ശ്രീകുമാർ മർദ്ദിച്ചു എന്നാണ് ഇവർ നൽകിയ മൊഴിയിൽ പറയുന്നത്. തന്നെ തല ഭിത്തിയിലേക്ക് ഇടിക്കാൻ ശ്രമിച്ചു, താൻ തടുത്തുകൊണ്ടാണ് തനിക്ക് മരണം സംഭവിക്കാതിരുന്നത്. പലതവണ മുടി കുത്തിപ്പിടിച്ചു, ഇരു കാരണങ്ങളിലും അടിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പോലീസിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. BJPയുടെ സൗത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാറിനെതിരെയാണ് ഭാര്യ പരാതി നൽകിയത്. പിന്നീട് ഇവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ടെന്നും പ്രിയങ്ക പറയുന്നു. പല പാർട്ടി പ്രവർത്തകരും തന്നെ എതിർത്തുകൊണ്ടും തൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടും ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ഇടുന്നുണ്ട്. താൻ ഉപദ്രവിക്കപ്പെട്ടതും കബളിപ്പിക്കപ്പെട്ടതും എന്താണെന്ന് തനിക്കറിയാം. ഇതിൻ്റെ തെളിവുകൾ തൻ്റെ അടുത്തുണ്ട്. സംശയമുള്ള പ്രവർത്തകർക്ക് വേണമെങ്കിൽ തന്നിൽ നിന്നും ഈ തെളിവുകൾ മനസ്സിലാക്കാമെന്നും അവർ പറയുന്നു. എന്തായാലും അനിതര സാധാരണമായ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ക്രൂരതയാണ് ഈ സ്ത്രീ നേരിട്ടത് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മുമ്പും പലതവണ തന്നെ ശ്രീകുമാർ മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളായതെന്ന് അവർ പറയുന്നു. ഈ വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷമായി. മുമ്പും പലപ്പോഴും തനിക്ക് ഈ മോശമായ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും പ്രിയങ്ക മാധ്യമങ്ങളെ കണ്ട് തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. എന്തായാലും മതിലകം പോലീസ് കഴിഞ്ഞ ദിവസം ഇവർ പരാതിയും മൊഴിയും കൊടുത്തപ്പോൾ തന്നെ കേസ് എടുത്തിട്ടുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിലാണ് കേസ്. പോലീസ് പരിശോധന നടപടികളും ഇക്കാര്യത്തിൽ തുടരുകയാണ്.